ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കിയ ഗ്രീൻബർഗ് റിസോർട്ടിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പൊ ഞാൻ ഷെയർ ആക്കുന്നത്. ഇതിപ്പോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. 7 o'clock ആയപ്പോഴേക്കും ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിന്റെ താഴ്ഭാഗത്തേക്ക് ഒന്ന് കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ചെറിയൊരു റിവർ ഉണ്ട്. ഇവിടെയാണ് റിവർ ക്രോസിംഗ് അഡ്വഞ്ചർ ആക്ടിവിറ്റി ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഈ റിസോർട്ടിൽ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ റിസോർട്ട് അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഫുഡിന്റെ കാര്യത്തിലും നമുക്കത്ര പോരാന്ന് തോന്നി. പിന്നെ വരുന്നത് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം, മെയിൻ്റനൻസ് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്, പക്ഷെ അത് വേണ്ട രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ എല്ലാം അങ്ങനെ മോശമായിട്ട് കിടക്കുന്ന പോലെ തോന്നി. പക്ഷെ അതിന്റെ ഒരു ആംബിയൻസ് ഇതുപോലെ ലൊക്കേഷൻ തന്നെയാണ് വരുന്നത്. ആ പോണ്ടിന്റെ നേരെ കാണുന്ന ആ ഒരു കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നല്ല ഈ ഒരു തണുത്ത ക്ലൈമറ്റില് രാവിലെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണല്ലേ. ചെറിയ ആളും മൂത്ത ആളും നല്ല ഉറക്കമാണ് കേട്ടോ ഈ ഒരു സമയത്ത്. രണ്ടാമത്തെ ആള് മാത്രമാണ് ഞങ്ങളുടെ കൂടെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. ഇവിടുത്തെ പൂളാണ് ഈ കാണുന്നത്. നല്ല വലിയൊരു പൂള് തന്നെയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പൂളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൂളിന്റെ കുറച്ച് നീങ്ങിയിട്ട് തന്നെയാണ് ഇവിടെ കുട്ടികൾ കളിക്കുന്ന ഒരു പാർക്ക്. പക്ഷെ മഴ ആയതുകൊണ്ട് ആകെ ചെളി പിടിച്ച് കിടക്കുകയാണ്. പിന്നെ അതുപോലെ മെയിൻ്റനൻസും പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് എല്ലാ റൈഡ്സും കംപ്ലൈന്റ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോരായ്മ ശരിക്കും ഈ റിസോർട്ടിലുണ്ട്. അതിന്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടത്തുന്നില്ല എന്നുള്ളതും പിന്നെ ഫുഡിന്റെ സർവീസും അതും കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വരുന്നത് നമ്മുടെ കാർ പാർക്കിങ്ങിന് അടുത്തുള്ള അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നുള്ളത്. ആ ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ്. ആ അപ്പുറ ഭാഗം മുഴുവൻ മലനിരകളാണ്. ആ മലനിരകളിലൂടെ ഒഴുകുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ ഇത് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ രാവിലെ ഒരു വെയിലുള്ള ആ ഒരു ടൈം വരെ നമുക്കിത് കാണാൻ സാധിക്കും. ഇനി മഴക്കാർ വെക്കുകയാണെങ്കിലും വെയിലൊന്ന് കുറഞ്ഞു വരുന്ന സമയത്തും ഇതിലേക്ക് കോട ഇറങ്ങിയിട്ട് നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. ഫുള്ള് ഇങ്ങനെ കോട മൂടി കിടക്കുകയായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ മാത്രം, ഇതിപ്പോ ഞാൻ രാവിലെ ഒരു 8 മണി ആ ഒരു സമയത്താണ്, നല്ല ചെറിയ വെയിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നന്നായിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റിസോർട്ടിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ്. നല്ല നല്ല വലിയ മലനിരകളും അതിലൂടെ ഒഴുകുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോ മഴക്കാറ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റും വീശുന്നുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പാണ് ഈ ഒരു സമയത്ത് ഇതിലൂടെ നടക്കാൻ. തണുപ്പടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പറ്റുന്നില്ല, അത്ര തണുപ്പുണ്ട്. ഇപ്പൊ ചെറിയ മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട് കേട്ടോ.
പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് ഈ മഴ കൊള്ളുന്നതൊക്കെ. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാ മലനിരകൾ കാണാനായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു റിസോർട്ടിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മലനിരകൾ തന്നെയാണ്, ഈ ഒരു വ്യൂ പോയിന്റ് ആണ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മലകൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കുറേ മലകളുണ്ട് കേട്ടോ. ആ മലനിരകളുടെ ഇടയിലൂടെ ഒഴുകുന്ന കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ കണ്ടോ, വൈറ്റ് കളറിൽ കാണുന്നത്. അതും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന്റെ ഒരു ഭാഗങ്ങൾ കാണാം. അതും ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ്. സീസൺ അല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിലെ മെയിൻ്റനൻസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇതാണ് കേട്ടോ ആ കോട്ടേജിനടുത്ത് തന്നെയുള്ള ആ ഒരു കുളത്തിലെ മീനുകൾ. ഇതൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിച്ച് അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് റെസ്റ്റോറന്റിലേക്ക് പോയി. അവിടെ പൂരി ബജി ആയിരുന്നു രാവിലെ. ഫുഡിനൊന്നും അധികം ഓപ്ഷൻ ആയിട്ട് തോന്നിയില്ല, കുറച്ച് ഓപ്ഷനൊക്കെ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിനാണ് കുറച്ച് ഓപ്ഷൻ ഉള്ളത്, അതും ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. ലഞ്ചിന്റെ കാര്യത്തിലാണെങ്കിൽ തീരെ ഓപ്ഷനില്ല, നമ്മൾ എന്ത് ഓർഡർ ചെയ്യുന്നു അത് മാത്രം ഉണ്ടാക്കി തരും. അങ്ങനത്തെ രീതിയിലാണ് അവിടെ സെർവ് ചെയ്യുന്നത്. തിരിച്ച് റെസ്റ്റോറന്റ് ഫുഡൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ വീണ്ടും ആ വ്യൂ പോയിന്റിലേക്ക് തന്നെ പോയി. വ്യൂ പോയിന്റിൽ കണ്ട് മതിയാവാത്തത് കൊണ്ടാണ് തോന്നുന്നു അങ്ങോട്ട് തന്നെ വീണ്ടും പോയി. നല്ല രസമാണ് കേട്ടോ, നല്ല കാറ്റും ഒക്കെ ഉണ്ട്, ചെറിയൊരു മഴക്കാറും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ താഴേക്ക് നടന്നു. അപ്പോൾ റിസോർട്ടിന്റെ മെയിൻ ഗേറ്റിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഈ പോകുന്നത്. ആ ഒരു ഭാഗത്താണ് വാട്ടർ ആക്ടിവിറ്റീസ് വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ റിസോർട്ട് ഇരിക്കുന്നത് 70 ഏക്കർ സ്ഥലത്താണ്. അതുകൊണ്ട് നമുക്കിത് ഒരുപാട് ഏരിയ കാണാനുണ്ട് കേട്ടോ. ഈ ഒരു വാട്ടർ ആക്ടിവിറ്റിയുടെ അടുത്ത് തന്നെയാണ് ഫാം ഹൗസ് ഉള്ളത്. അവിടെ കുറെ മൃഗങ്ങളും അതുപോലെ ബേർഡ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ആദ്യം കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം പോയത് ഫാമിലേക്കാണ്. അവിടെ കുറച്ച് മുയലുകളും ആടുകളും അതുപോലെ കോഴി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ വഴിയിലൂടെയാണ് കേട്ടോ ഫാമിലേക്ക് പോകുന്നത്. ഇത് റിസോർട്ടിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വരും. നമുക്ക് ഫ്രണ്ടിലുള്ള മെയിൻ ഗേറ്റിൽ നിന്ന് ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. അപ്പൊ ആ വഴിയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴാണ് ഫാം കാണാൻ സാധിക്കുന്നത്. രാത്രി നല്ല കാറ്റ് ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഭാഗത്ത് അതിന്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ വാട്ടർ ആക്ടിവിറ്റി നടക്കുന്ന ഭാഗത്തേക്ക് പോയി. ഇവിടെയാണ് വാട്ടർ ആക്ടിവിറ്റി. ഇവിടെ പെഡൽ ബോട്ടിങ്ങും അതുപോലെ കയാക്കിങ്ങും ഒക്കെ ഉണ്ട്. ഞങ്ങൾ പെഡൽ ബോട്ടിലാണ് കേട്ടോ കയറിയത്.
ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. 70 ഏക്കർ സ്ഥലത്തായതുകൊണ്ട് തന്നെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പൊ നമുക്ക് നടക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അടിപൊളിയായിരിക്കും ഇവിടെ വന്നാല്. വാട്ടർ ആക്ടിവിറ്റി കഴിഞ്ഞ ഉടനെ തന്നെ റൂമിലേക്ക് തിരിച്ചു പോകാനെന്ന് കരുതി. പക്ഷെ ഞങ്ങൾ തിരിച്ച് നടന്നപ്പോഴേക്കും വീണ്ടും ഞങ്ങൾ ആ ഒരു വ്യൂ പോയിന്റ് വഴിയാണ് പോയത്. ഇവിടെ ഒരുപാട് ഏലത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ആ വ്യൂ പോയിന്റിലുള്ള ആ മലനിരകൾ കുറച്ചുകൂടെ അടുത്ത് കാണാനായിട്ട് വ്യൂ പോയിന്റ് ഒരു സൈഡിൽ വന്ന് അതൊക്കെ കണ്ടു. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പൊ അതിലൂടെ ആ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഫിഗ് ഉണ്ടാകുന്ന ഒരു മരം കണ്ടു. അതുപോലെ ഓറഞ്ച് ഉണ്ടാകുന്ന ഞാൻ ചെറിയൊരു ചെടി കണ്ടായിരുന്നു. അപ്പൊ അതിൽ ചെറിയ ചെറിയ ഓറഞ്ചുകൾ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നാരങ്ങയാണെന്ന് ഓർത്ത് ഞാനതൊന്ന് പൊട്ടിച്ചായിരുന്നു. പക്ഷെ അത് പൊളിച്ചു നോക്കിയപ്പോൾ അതില് ചെറിയ ചെറിയ ഓറഞ്ചിന്റെ ഇതായിരുന്നു, മൂത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല പുളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഈ ഒരു ടൈമിലായപ്പോഴേക്കും ഇപ്പോൾ ശരിക്കും മഴക്കാറൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ കോട നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു ഭാഗം ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ്. ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇടുക്കിയിലെ ഈ ഗ്രീൻബർഗ് റിസോർട്ടിന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.